വിദേശത്ത് പോയി രാജ്യവിരുദ്ധ ശക്തികളുടെ ടൂൾ കിറ്റുകൾ കൈപ്പറ്റുന്ന ടൂറിസ്റ്റ് രാഷ്ട്രീയക്കാരൻ എന്ന ബിജെപിയുടെ വിമർശനം അടിവരയിൽ തുറപ്പിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ദുരൂഹത നിറഞ്ഞ വിദേശയാത്രകൾ. ഇന്ത്യയിലെ മോദി ഭരണത്തെ അട്ടിമറിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന അഖണ്ഡ ഭാരത വിരോധിയായ ജോർജ് സോറോസും ലോകമെമ്പാടും ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നത് വിനോദമാക്കിയ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ശക്തികളും തയ്യാറാക്കിയ കൃത്യമായ അജണ്ടകളുമായാണ് രാഹുൽ ഇത്തവണ മടങ്ങിയെത്തിയത് എന്ന ആരോപണം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമാണ്. ഇന്ത്യക്കാർക്കിടയിൽ അനാവശ്യ ഭീതിയും അരക്ഷിതാവസ്ഥയും പടർത്താൻ വിദേശ മുതലാളിമാർ നൽകിയ ഈ ടൂൾ കിറ്റുകളുടെ വ്യാപ്തി വരും ദിവസങ്ങളിൽ രാഹുലിന്റെ നാക്കിൽ നിന്നും തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിലെ കോൺഗ്രസ് ബഹളങ്ങളിൽ നിന്നും രാജ്യത്തിന് ബോധ്യപ്പെടും. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പാലിക്കേണ്ട പ്രാഥമിക സുരക്ഷാ മര്യാദകൾ പോലും കാറ്റിൽ പറത്തിയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒളിച്ചുകളി. വിദേശത്ത് പോകുമ്പോൾ സുരക്ഷ നൽകേണ്ട CRPFനെയോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയോ പോകുന്ന സ്ഥലങ്ങൾ മുൻകൂട്ടി അറിയിക്കാൻ രാഹുൽ തയ്യാറാക്കാത്തതിൽ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് കടുത്ത ആശങ്കയുണ്ട്. ഉത്തരവാദിത്തമില്ലാതെ വിദേശത്ത് കറങ്ങി നടന്ന് എന്തെങ്കിലും ജീവഹാനി സംഭവിച്ചാൽ അതിന്റെ പഴി മുഴുവൻ മോദി സർക്കാരിന്റെ മേൽ കെട്ടിവെച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ കാത്തിരിക്കുന്ന കോൺഗ്രസ് ബുദ്ധിയാണ് ഈ നിഗൂഢ യാത്രകൾക്ക് പിന്നിൽ. ഇക്കുറി രാഹുലിന്റെ യാത്ര വെറും ടൂർ മാത്രമല്ല, ഡൽഹിയിലെ രാഷ്ട്രീയ ഇടനാഴികളിൽ ചർച്ചയാകുന്ന കനത്ത ആഭ്യന്തര കുടുംബ കലഹങ്ങളുടെ പുകച്ചിൽ കൂടിയാണ്. സഹോദരി പ്രിയങ്ക ഗാന്ധിയുമായുള്ള കടുത്ത ഭിന്നതകളും സ്വന്തം ഭാവി സംബന്ധിച്ച അതീവ രഹസ്യ സ്വഭാവമുള്ള വൈകാരിക പ്രശ്നങ്ങളും പരിഹരിക്കാനാണ് രാഹുൽ 3 ആഴ്ചയോളം വിദേശത്ത് തങ്ങിയതെന്നാണ് വിവരം. സ്വതന്ത്രനാകാൻ കഴിയാത്ത വിധം വിദേശത്ത് കുടുങ്ങിപ്പോയ രാഹുൽ കാരണം താൻ പങ്കെടുക്കാമെന്ന് ഉറപ്പ് നൽകി രാജസ്ഥാനിൽ വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ച മാർച്ചുകൾ പോലും ഉപേക്ഷിക്കേണ്ടി വന്നു. പഞ്ചാബ് കോൺഗ്രസ് ആഭ്യന്തര തർക്കങ്ങളിൽ കത്തുമ്പോഴും അതൊന്നും തിരിഞ്ഞു നോക്കാതെ മുങ്ങിയ രാഹുലിന്റെ ഈ നിരുത്തരവാദപരമായ ശൈലിയിൽ ഇപ്പോൾ കോൺഗ്രസുകാർ തലയിൽ കൈവച്ചു തുടങ്ങി. ജനകീയ നേതാവെന്ന മുഖംമൂടി അണിഞ്ഞ് പരസ്യമായി പ്രഖ്യാപിക്കാതെ വിദേശത്ത് പോയി ദുരൂഹതകൾ ഉണ്ടാക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു കാലത്തും ഇന്ത്യയിലെ ഗൗരവമുള്ള രാഷ്ട്രീയക്കാരനാകാൻ കഴിയില്ലെന്ന് തന്നെയാണ് ഈ യാത്രകൾ തെളിയിക്കുന്നത്.